ഇന്നത്തെ സമകാലികം സെഷനിൽ നമ്മളോടൊപ്പം ചേരുന്നത് ബഹുമാനനായ ഡോക്ടർ ഫവാസ് ടി കെ ആണ്. അദ്ദേഹം കൊൽക്കത്ത ക്യാമ്പസ് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസർ കൂടിയാണ്. ഡോക്ടർ ഫവാസ് ടി കെ ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി. തീർച്ചയായും നമുക്ക് ഫവാസ് സാഹിബിനെ ആദരപൂർവ്വം നമ്മുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു വിരുന്നുകാരനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷെ നമുക്ക് പരമാവധി മുതലാക്കാൻ സമയം കിട്ടുമോ എന്നറിയില്ല. എന്നായിരുന്നാലും നമ്മുടെ ആയിരക്കണക്കിന് വരുന്ന ശ്രോതാക്കൾക്ക് എന്തായിരുന്നാലും താങ്കളുടെ അനുഭവ സമ്പത്തിൽ നിന്നൊരു നല്ല ഒരു വിജ്ഞാന ശേഖരം നമുക്ക് കൊടുക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായും ഡോക്ടർ ഫവാസ് സാഹിബ്, താങ്കളുടെ സ്വദേശം, കുടുംബം ഒരു ആമുഖമായി സൂചിപ്പിക്കാം. സ്വദേശം മലപ്പുറം ജില്ലയിലെ മോങ്ങമാണ്. ഭാര്യ വെട്ടത്തൂർ സ്വദേശി ജഷീല സലാഹിയാണ്. 4 മക്കളുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ നിലവിൽ കൊൽക്കത്തയിലാണല്ലേ? അതെ അതെ, ഈ കൊൽക്കത്തയിലാണ്. ഇപ്പോ ഒരു 3-4 ദിവസത്തിന് വേണ്ടി നാട്ടിൽ വന്നതാണ്. ഫവാസ് ടി കെ, ഡോക്ടർ ഫവാസ് ടി കെനെ ഞാൻ അറിയാമെങ്കിലും ഏറ്റവും കൂടുതൽ അടുത്ത് കാണുന്നത് ഞാൻ കാസർഗോഡ് നിന്നാണ്. അദ്ദേഹം ആ സമയത്ത് അവിടെ ഒരു വാട്ടർ അതോറിറ്റി ആണല്ലേ സർ? വാട്ടർ അതോറിറ്റിയിൽ ഒരു എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ അതിനു മുമ്പ് MES നിന്ന് വളാഞ്ചേരി MES ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതിനുശേഷം കണ്ടത് നമ്മളെ കൊച്ചി കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് അദ്ദേഹത്തെ പിന്നീട് കാണുന്നത്. ഇപ്പോൾ കൊൽക്കത്തയിലാണ്. അൽഹംദുലില്ലാ. കൊൽക്കത്തയിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറാണ്. ഡോക്ടർ ഫവാസ് എത്ര ആയിപ്പോൾ അവിടെ ജോയിൻ ചെയ്തിട്ട്? കഴിഞ്ഞ നവംബറിലാണ് ജോയിൻ ചെയ്തത്. നവംബർ 21-നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ. തീർച്ചയായും. അതിൽ ഫവാസ് സാഹിബ് നമ്മൾ മൊത്തത്തിൽ ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി ചോദിക്കുകയാണ്, എന്താണ് ഈ മാരിടൈം യൂണിവേഴ്സിറ്റി? അതിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ ഒരു വിശദമായിട്ട് ഇപ്പോൾ നമ്മളൊരു സാധാരണ നമ്മുടെ ഒരു ശ്രോതാവിനെ മുന്നിൽ കണ്ടുകൊണ്ടൊന്ന് വിശദീകരിക്കാമോ? അതായത് മാരിടൈം എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമുദ്രബന്ധിതം എന്നുള്ളതാണ്. സമുദ്രബന്ധിതം. അപ്പം ഒരു സമുദ്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന, അത് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വ്യത്യസ്തമായ കോഴ്സുകളാണ് മാരിടൈം സർവകലാശാലയിൽ ഉണ്ടാവുക. പ്രധാനമായിട്ടും അത് മറൈൻ എഞ്ചിനീയറിംഗ്, ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള കോഴ്സ് ഉണ്ട്. ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പലുകളുടെ എഞ്ചിൻ റൂമിലുള്ള അതിലുള്ള ഉപകരണങ്ങൾ അതെല്ലാം എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുക, അത് ഒരു കപ്പലിനെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അതിന്റെ മെഷീനറികളുടെ ഒക്കെ തന്നെ എഞ്ചിനീയറിംഗ് ആണ് ഈ മറൈൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു കോഴ്സിൽ പ്രധാനമായിട്ടും വരിക. അതുപോലെ പിന്നെ കപ്പൽ നിർമ്മാണം എന്നുള്ള തലത്തിലുള്ള ബിടെക് നേവൽ ആർക്കിടെക്ചർ, ബിടെക് അതുപോലെ ഷിപ്പ് ബിൽഡിംഗ് തുടങ്ങിയിട്ടുള്ള അത്തരത്തിലുള്ള കോഴ്സുകൾ ഉണ്ടാവും. കപ്പലിന്റെ ബോഡി എല്ലാം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന രൂപത്തിലുള്ള ആ പഠന മേഖലകളുണ്ട്. അതുപോലെ പിന്നെ സമുദ്രത്തിനകത്ത് അത് നമുക്ക് ഇതുപോലെ റിഗുകളൊക്കെ ഉണ്ടാവും. ഓരോ എണ്ണ കുറിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ, അതുപോലെ സമുദ്രത്തിലെ പ്ലാറ്റ്ഫോമുകളൊക്കെ, അതൊക്കെ ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു മേഖലയിലാണ് വരിക. അപ്പൊ ഓഷ്യൻ എഞ്ചിനീയറിംഗ് അത് പഠിക്കാവുന്ന കോഴ്സുകളും ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ കുറച്ച് മാനേജ്മെന്റ് തലത്തിലുള്ള കോഴ്സുകൾ ഉണ്ടായിരിക്കും. അതായത് സമുദ്രത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ, നമ്മളുടെ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോജിസ്റ്റിക്സ്, അപ്പൊ അങ്ങനെയുള്ള MBA പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. ലോജിസ്റ്റിക്സ്, MBA ഇൻ ലോജിസ്റ്റിക്സ്, MBA ഇൻ ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടേഷൻ, അല്ലെ അതുപോലെ തന്നെ ഈ പോർട്ട് മാനേജ്മെന്റ്, നമ്മുടെ തുറമുഖങ്ങളൊക്കെ തന്നെ ഒരുപാട് തുറമുഖങ്ങൾ ഉണ്ടാവില്ല, അതെല്ലാം മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള പോർട്ട് മാനേജ്മെന്റ് കോഴ്സുകൾ ഉണ്ടായിരിക്കും. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി വരുന്നതിന് മുമ്പ് ഒരു IIPM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് എന്ന് കൽക്കട്ടയിൽ ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെന്നൈയിൽ NIPM, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെന്റ് എന്നൊരു സ്ഥാപനം ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി ലയിച്ചതിന് ശേഷമാണ് ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്. അപ്പൊ അത് യഥാർത്ഥത്തിൽ മറൈൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഈ പോർട്ട് മാനേജ്മെന്റ്, ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ്, അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകൾ, ഇതാണ് ഈ മാരിടൈം സർവകലാശാലയിൽ പ്രധാനമായിട്ടും ബേസിക് ആയ കാര്യം. എനിക്ക് തോന്നുന്നു 2008 നവംബറിലാണ് ഇത് ഒരു ഇന്ത്യൻ പാർലമെന്റ് ആക്ട് പ്രകാരം തുടങ്ങുന്നത്. അങ്ങനെയാണോ? ഏകദേശം 2008
ആ അതെ അതെ, 2008 നവംബറിലാണ് ഇത്തരത്തിലുള്ള ഒരു സർവകലാശാലയായിട്ട് വരുന്നത്. പക്ഷേ ഈ ഇതിലെ പല ക്യാമ്പസുകളും വളരെ നേരത്തെ തന്നെ പല പേരുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓ അറിയപ്പെടുന്നുണ്ട്. അതായത് ഇപ്പൊ അതിലെ കൽക്കട്ട ക്യാമ്പസാണ് ഏറ്റവും പഴയ ക്യാമ്പസ്. അത് ഏകദേശം 1949 മുതൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ കൽക്കട്ട ക്യാമ്പസ് ബിൽഡിംഗ് യഥാർത്ഥത്തിൽ 1953 ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് യഥാർത്ഥത്തിൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. യെസ്. അന്ന് അതിന്റെ പേര് DMET എന്നായിരുന്നു, ഡയറക്ടറേറ്റ് ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ട്രെയിനിങ്. അപ്പൊ ആ പേരിൽ ഇന്ന് ലോകത്തെമ്പാടും ഈ DMETയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള പിന്നെ മറൈൻ എഞ്ചിനീയേഴ്സ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ പ്രശസ്തമായ നിലയിൽ ഇന്നുണ്ട്. അത് കുറച്ചു കാലത്തിന് ശേഷം ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാക്കി മാറ്റി. അന്ന് മറൈൻ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള പേരിലാണ് പിന്നീട് അത് പ്രവർത്തിച്ചത്. പക്ഷേ ഈ 2008 ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി ആക്ട് വന്നതോടുകൂടി ഈ കൽക്കത്ത ക്യാമ്പസ്, അതുപോലെ തന്നെ പല പല പേരുകളിൽ വിശാഖപട്ടണത്ത്, അതുപോലെ തന്നെ മുംബൈയിൽ, ചെന്നൈയിലൊക്കെ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങൾ എന്തായി മാറി, ഒന്നിച്ച് ഒരു ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള അർത്ഥത്തിൽ ഇന്ത്യൻ മാരിടൈം സർവകലാശാലയായിട്ട് മാറിയതാണ്. ഫവാസ് സാഹിബ്, ഇതിൽ പിന്നെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ലോകത്തിൻ്റെ അല്ല മറ്റേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ഇപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ ഈ കൊൽക്കത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു 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 കാര്യം ഒന്ന് പറയായിരുന്നു, അതിലേക്കുള്ളൊരു യാത്ര. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ ഇവിടേക്ക് നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് നിങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു ഒരു സംഗതി ഒന്ന് പറയുന്നു, സാഹചര്യം ഒന്ന് പറയാമോ? അത് യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ടെക്നോളജിയിലാണ് ജോലി ചെയ്തിരുന്നത്. അവിടെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള പോസ്റ്റിൽ അവിടെ ജോലി ചെയ്തിരുന്നത് ഷിപ്പ് ടെക്നോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അത് യഥാർത്ഥത്തിൽ ഈ മറൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. യഥാർത്ഥത്തിൽ കുസാറ്റിന്റെ പ്രത്യേകത തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. അതുപോലെ അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ മറൈൻ അല്ലെങ്കിൽ മാരിടൈം മേഖലകളിൽ സ്പെഷ്യലൈസേഷൻ ഉള്ള കോഴ്സുകൾ നടത്തുന്ന ഒരു സർവകലാശാലയാണ്. ഒരു മാരിടൈം സർവകലാശാല അല്ലെങ്കിൽ പോലും ഒരു കുസാറ്റ്. മാരിടൈം കോഴ്സുകൾ കുസാറ്റ് നടത്തുന്നുണ്ട്. മറൈൻ ബയോളജിയിലൊക്കെ പിന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഡിപ്പാർട്ട്മെന്റുകളും റിസർച്ച് സെന്ററുകളും കുസാറ്റിലുണ്ട്. അതുപോലെ തന്നെ അവിടെയും മറൈൻ എഞ്ചിനീയറിംഗ്, കുഞ്ഞാലിമരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഷിപ്പ് ടെക്നോളജി, ഇതും ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സാണ്. അപ്പൊ ആ ഒരു 4 വർഷത്തെ പരിചയം കുസാറ്റിലുള്ളത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ മാരിടൈം സർവകലാശാലയുടെ പ്രവേശനത്തിന് അവിടുത്തെ ജോലി വേണ്ടി അപേക്ഷിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആയിരുന്നു. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി അവരൊരു ജൂണിൽ അവർ അഡ്വർടൈസ് ചെയ്യുകയും നമ്മൾ ജൂലൈയിൽ അപ്ലൈ ചെയ്തു. ആഗസ്റ്റിൽ അവർ ഇന്റർവ്യൂ വേണ്ടി ക്ഷണിച്ചു. സെപ്റ്റംബറിൽ ചെന്നൈ കോട്ടയത്തിൽ വെച്ചായിരുന്നു ഇന്റർവ്യൂ. പിന്നെ അവർ ഒക്ടോബറിൽ എന്ത് ചെയ്തു, ഇന്റർവ്യൂവിന്റെ സെലക്ഷൻ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു. അതുപോലെ തന്നെ ഒക്ടോബർ അവസാനത്തിൽ അവർ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കുകയും ചെയ്തു. അങ്ങനെ അൽഹംദുലില്ലാ നവംബറിൽ അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ വളരെ വളരെ വേഗത്തിലുള്ള ഒരു പ്രോസസ് ആയിരുന്നു യഥാർത്ഥത്തിൽ. അത് ഒരു 4-5 മാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്റർവ്യൂ ചെന്നൈ ഹെഡ്ക്വാർട്ടേഴ്സിലായിരുന്നു. IIT മദ്രാസിലെ ഒക്കെ പ്രൊഫസർമാരായിരുന്നു അതില് എക്സ്റ്റേണൽ എക്സ്പേർട്സ് ആയിട്ട്, പിന്നെ സബ്ജക്ട് എക്സ്പേർട്ട് ആയിട്ട് നമ്മളുടെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത്. അപ്പോ അത് അൽഹംദുലില്ലാ നല്ല ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഒരു 40 മിനിറ്റോളം നീണ്ടു വന്നിരുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു. അൽഹംദുലില്ലാ, ബാറക്കല്ലാഹു ഫീക്കും. ഇപ്പോൾ ഈ മറൈൻ നേവി എന്നൊക്കെ ചില പദങ്ങൾ താങ്കൾ പ്രയോഗിച്ചല്ലോ താങ്കളുടെ സംസാരത്തിൽ. ഈ മാരിടൈം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നേവിയുമായി ഒരു ഫോഴ്സിൽപ്പെട്ടതാണല്ലോ ഇന്ത്യൻ നേവിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാമ്യതകളോ സിമിലാരിറ്റി ബന്ധമോ ഈ ഒരു കോഴ്സിനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ജോലി സാധ്യതകൾക്കോ ഉണ്ടോ? അത് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ നേവിയിൽ ഇത്തരത്തിലുള്ള ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, ബിടെക് നേവൽ ആർക്കിടെക്ചർ ഒക്കെ കഴിഞ്ഞ ആളുകളെ ഇന്ത്യൻ നേവിക്ക് വളരെയധികം ആവശ്യമുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് വിങ്ങുകളുണ്ട് ഇന്ത്യൻ നേവിയുടെ. ഇതുപോലെ നമ്മളുടെ നേവി പട്ടാളക്കാർക്ക് പുറമെ അവരുടെ എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള വിങ്ങുകളുണ്ട്. ഇപ്പൊ കുസാറ്റിലെ ബിടെക് നേവൽ ആർക്കിടെക്ചർ കോഴ്സ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരു 10 പേര് ഇന്ത്യൻ നേവി സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുകളാണ് വരിക. അത് ഇന്ത്യൻ നേവിയിൽ കഴിഞ്ഞതിന് ശേഷം അവര് എൻട്രൻസ് ഒക്കെ എഴുതി ഇന്ത്യൻ നേവിയിൽ ഡയറക്ട് ഈ റിക്രൂട്ടഡ് ആയി, അതായത് കാഡറ്റ്സ് ആയിട്ട് ഇന്ത്യൻ നേവിയിൽ കയറുന്ന 18 വയസ്സായിട്ടുള്ള ആളുകൾ, അവരെ ഇന്ത്യൻ നേവി ഈ 4 വർഷത്തെ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എന്നുള്ള ഈ പ്രോഗ്രാമിൽ അവർ പറഞ്ഞേക്കും. അപ്പൊ ഈ കോഴ്സ് പൂർത്തിയാകുന്നതോടുകൂടി അവർക്ക് പ്രൊമോഷൻ ലെഫ്റ്റനന്റ് ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വാർഷിക ഡിസൈൻ സെന്ററുകളൊക്കെ ഉണ്ട്. അത് ഈ നമ്മുടെ യുദ്ധക്കപ്പലുകൾ രൂപകൽപ്പന ചെയ്യുന്ന സെന്ററുകള്,
അത്തരത്തിലുള്ള സെന്ററുകളിലേക്ക് ഇവർക്ക് എന്ത് ചെയ്യുന്നു, ഇവരുടെ ജോബ്, എഞ്ചിനീയറിംഗ് ജോബ് എന്നുള്ള ജോബ് നേവിയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ഇവര് ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവര് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ മാരിടൈം എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവരെ അവർക്ക് ഇന്ത്യൻ നേവിയിൽ എന്തുണ്ട്, ഒരുപാട് അവസരങ്ങളുണ്ട്. അത് ഇന്ത്യൻ നേവിയിൽ ചേർന്നതിന് ശേഷം അവർ ഇങ്ങോട്ട് പറഞ്ഞേക്കുന്ന രൂപത്തിലുള്ള കോഴ്സുകളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ നേവിയിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ബിടെക് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ നേവിയിൽ ശ്രമിക്കുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ പണ്ട് അവർ ഡയറക്റ്റ് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പൊതുവെ ഈ എക്സാമിനേഷൻ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോ അധികം ഈ ഇന്ത്യൻ നേവിയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ തീർച്ചയായും. നടക്കുന്നത്. അതെ, ഒരു ബാറ്റിൽ ഫീൽഡിൽ അവർ യുദ്ധമുഖത്ത് അവർ കാണുന്നില്ല എങ്കിലും ഒരു അനിവാര്യ ഘടകം തന്നെയാണ് ഈ ആളുകളുടെ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ച നിലക്ക് അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള ആളുകൾ നേവിയിൽ നിന്ന് തന്നെ റിക്രൂട്ട് ചെയ്ത് പഠിക്കാൻ വിടുന്നത് അല്ലേ? യെസ്. അതെ 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 അവർക്ക് ഈ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ട INS വിക്രാന്ത് ഉണ്ട്. INS വിക്രാന്ത് കൊച്ചിയിലാണ്. INS വിക്രാന്ത് നമ്മുടെ വിമാനവാഹിനി INS. അത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ആണ് അത് യഥാർത്ഥത്തിൽ അത് നിർമ്മിച്ചിട്ടുള്ളത്, കൊച്ചിൻ ഷിപ്പ്യാർഡ്. എന്നിട്ട് അത് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ അടുത്ത് തന്നെയാണ് അത് നിലനിർത്തിയിട്ടുണ്ടായിരുന്നത്. വളരെ ഒരു വർഷം മുമ്പാണ് അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വളരെ വലിയ സംവിധാനങ്ങളുള്ള ഒരു 10 നില ബിൽഡിങ്ങിനോളം വലുപ്പമുള്ള വളരെ വലിയൊരു കപ്പലാണ് ഈ INS വിക്രാന്ത് എന്നുള്ളത്. അപ്പൊ ഈ INS വിക്രാന്തിനെ നമുക്ക് INS വിക്രാന്തിന്റെ രൂപകൽപ്പനയിൽ, അതിന്റെ നിർമ്മാണത്തിലൊക്കെ യഥാർത്ഥത്തിൽ ഈ ബിടെക് നാവൽ ആർക്കിടെക്ചർ കോഴ്സ് കഴിഞ്ഞിട്ടുള്ള, അതുപോലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് എഞ്ചിനീയേഴ്സ്, എസ്പെഷ്യലി അത് കൊച്ചിയിലാണ് അതിന്റെ നിർമ്മാണം എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പഠിച്ചിറങ്ങിയ ഒരു 10ലധികം പേര് അതിന്റെ നിർമ്മാണ രംഗത്ത് വളരെ മുന്നിൽ തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ നിലക്ക് നമുക്കത് സന്ദർശിക്കാനുള്ള ഒരു അവസരം ആ സമയത്ത് ലഭിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അത് വളരെ വലിയൊരു എഞ്ചിനീയറിംഗ് പ്രോഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഈ INS വിക്രാന്ത് പോലുള്ള വിമാനവാഹിനി കപ്പലുകൾ. അവിടെയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള മാരിടൈം എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. സാർ, ഇതിൽ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഏതെല്ലാമാണ്? ഇപ്പോൾ അതിലേക്കുള്ള അഡ്മിഷന്റെ പ്രൊസീജിയറുകൾ ഒന്ന് വ്യക്തമാക്കാമോ? മാരിടൈം യൂണിവേഴ്സിറ്റിയിൽ പ്രധാനമായിട്ടും ഉള്ളത് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബിടെക് നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ബിടെക് നാവൽ ആർക്കിടെക്ചർ ആൻഡ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് എന്നുള്ള, അതുപോലെ തന്നെ കുറച്ച് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ്, BSc നോട്ടിക്കൽ സയൻസ് തുടങ്ങിയ പ്രോഗ്രാമുകളാണ്. നോട്ടിക്കൽ സയൻസ് എന്നുള്ളത് വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാല് ഈ മറൈൻ എഞ്ചിനീയറിംഗിൽ നിന്നും അതുപോലെ തന്നെ ഈ നാവൽ ആർക്കിടെക്ചർ എന്നുള്ള വ്യത്യാസം വരുന്നത്, നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ യഥാർത്ഥത്തിൽ കപ്പൽ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന, കപ്പലിനെ ഗൈഡ് ചെയ്യുന്ന, കപ്പൽ ഓടിക്കുന്ന അതിലുള്ള ഒരു എക്സ്പെർട്ടൈസ് കൊടുക്കുന്ന കോഴ്സുകളാണ് ഇതുള്ളത്. മറ്റുള്ളത് രണ്ടും എഞ്ചിനീയറിംഗും അതിന്റെ എഞ്ചിൻ സൈഡും അതുപോലെ തന്നെ അതുപോലെയുള്ള കോഴ്സുകളാണ് വരുന്നതെങ്കിൽ ഇതിൽ വരുന്നത് അതിന്റെ മുന്നോട്ടുള്ള നയിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകളാണ് യഥാർത്ഥത്തിൽ നോട്ടിക്കൽ സയൻസ് വരുന്നത്. അപ്പൊ ഇവിടെ വരുന്നത് ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ CAT എന്നുള്ള ഒരു പരീക്ഷ, കോമൺ ഇടപെട്ടോട്ടെ സാർ, ഇത് എയറോനോട്ടിക്കൽ എന്നതുപോലെ തന്നെ ഇതിലും ഈ ഒരു സാധനം ഉണ്ടല്ലേ? നോട്ടിക്കൽ എന്ന് പറഞ്ഞപ്പോ എയറോനോട്ടിക്കൽ ഉണ്ടല്ലോ. ഉണ്ട്. അത് നമ്മളുടെ ഒരു ഫ്ലൈറ്റ് ആണല്ലോ, ഇത് നോട്ടിക്കൽ സയൻസ് നമുക്ക് ഈ കടലിലുള്ള അളവിനൊക്കെ ദൂരത്തെ നമ്മള് നോട്ടിക്കൽ മൈലിലാണ് നോട്ടിക്കൽ മൈൽ എന്ന് പറയാം. നമ്മൾ സാധാരണ കിലോമീറ്ററിന് പകരം കടലിൽ നോട്ടിക്കൽ മൈൽ എന്നുള്ള ആ ഒരു ഇതിലാണ് അത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇത്ര നോട്ടിക്കൽ മൈൽ സ്പീഡിൽ ഇത്ര നോട്ടിക്കൽ മൈൽ ദൂരം പോയി, ഇത്ര നോട്ടിക്കൽ മൈൽ ഒരു മണിക്കൂറിൽ യാത്ര, അങ്ങനെ നോട്ട് എന്നുള്ളതിലാണ് നമ്മൾ കപ്പലിന്റെ ഒക്കെ വേഗത നമ്മൾ അവതരിപ്പിക്കലുണ്ടാവുക. അപ്പൊ ഈ നോട്ടിക്കൽ സയൻസ് ഈ കപ്പലിൽ ഓടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ സ്പെഷ്യലൈസേഷൻ കൊടുക്കുന്ന കോഴ്സാണ് നോട്ടിക്കൽ സയൻസ് എന്നുള്ളത്. പിന്നെ അതുപോലെ ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ഒരു കോമൺ അഡ്മിഷൻ ടെസ്റ്റ്, ആ പരീക്ഷ എഴുതിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ ഇന്ത്യൻ മാരിടൈം സർവകലാശാലകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള അത് നാഷണൽ ലെവൽ പരീക്ഷയാണ്. ആ പരീക്ഷയിൽ നിന്നാണ് പല യൂണിവേഴ്സിറ്റികളിലെയും മറൈൻ എഞ്ചിനീയറിംഗ്, ഇപ്പൊ കുസാറ്റിലെ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിലേക്ക് അഡ്മിഷൻ കിട്ടാനും
ഈ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എഴുതണം. കാരണം അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഈ ഷിപ്പിംഗ് മന്ത്രാലയം, ആ ഷിപ്പിംഗ് മന്ത്രാലയത്തിന് കീഴിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ എല്ലായിടത്തും അവരെ മേൽനോട്ടത്തിലാണ് ഈ മറൈൻ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ നടത്തുന്നത്. അവര് സെറ്റ് ചെയ്തിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് അത് കീപ്പ് ചെയ്തുകൊണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ എൻട്രൻസ് വഴിയാണ് ഇന്ത്യയിലെ എല്ലായിടത്തും ഈ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. അതിൽ ഫവാസ് സാഹിബ് ഒന്നും കൂടി ഒരു വ്യക്തതയ്ക്ക് ചോദിക്കണം. ഇതിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുള്ള സാധ്യതകളെ കുറിച്ചൊന്ന് ക്ലിയർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ഒന്നുകൂടി ഒരു വ്യക്തമാക്കാൻ പറ്റും? പഠിച്ചു കഴിഞ്ഞാൽ എന്താ വെച്ചാല് ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവര് കപ്പലിൽ സെയിലിങ്ങിന് പോകണം എന്നുള്ളതാണ്. അതായത് കപ്പൽ പോകുന്നതിന് കൂടെ തന്നെ അതിന്റെ എഞ്ചിൻ റൂമുകളും അതിന്റെ മെഷീനറികളൊക്കെ തന്നെ നോക്കുന്ന, അതിന് വേണ്ട മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്ന ഒരു എഞ്ചിനീയർമാരായിട്ട് അവർ കപ്പലിൽ പോവേണ്ടവരാണ് യഥാർത്ഥത്തിൽ. അപ്പൊ അത്തരത്തിലുള്ള ഒരു പരിചിതത്വം ഇതിന് വളരെ അനിവാര്യമാണ്. കപ്പലിൽ പോവേണ്ടതില്ലാത്ത ജോലികൾ ഉണ്ടെങ്കിൽ പോലും ഈ കപ്പലിൽ പോയിട്ടുള്ള പരിചയം എന്നുള്ളത് എന്താണ്, അത് ഏറ്റവും ചുരുങ്ങിയ കാലമെങ്കിലും എന്ത് ചെയ്യണം, അത് പുറത്തുള്ള ജോലി ആണ് താല്പര്യമെങ്കിൽ പോലും ചുരുങ്ങിയ കാലമെങ്കിലും 2-3 വർഷത്തെ സെയിലിംഗ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ അതെന്തല്ല, ഒരു അഭികാമ്യമല്ല. അത് അവർക്ക് എന്ത് ചെയ്യണം, കാരണം കപ്പലിന്റെ ഒരു എഞ്ചിനീയർ ആകുമ്പോൾ കപ്പലിൽ പോയിട്ടുള്ള പരിചയം വേണമല്ലോ. നീന്തൽ പഠിക്കുന്നത് പോലുള്ള ഒരു ഇതായിട്ട് മാറും. അപ്പം ഒരു കപ്പലിൽ എഞ്ചിനീയർ ആയിട്ടുള്ള വിവിധ ഘട്ടങ്ങളിൽ, ഫിഫ്ത്ത് എഞ്ചിനീയർ, ഫോർത്ത് എഞ്ചിനീയർ, അങ്ങനെ സെക്കൻഡ് എഞ്ചിനീയർ, അവസാനം ചീഫ് എഞ്ചിനീയർ എന്നുള്ള ചീഫ് എഞ്ചിനീയർ ഒക്കെ വളരെയധികം ഒരു ശമ്പളമൊക്കെ ഉള്ള നിലയിലുള്ളതാണ്. അപ്പം അത് വളരെ ഉത്തരവാദിത്തങ്ങളുണ്ട് ഒരു കപ്പലിന്റെ മൊത്തം എഞ്ചിനീയർ. കാരണം കപ്പല് നമ്മള് കടലിലൂടെ പോകുമ്പോൾ അതിന്റെ എന്തൊക്കെ കുറവുകൾ ഉണ്ടായാലും എന്തൊക്കെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് അവിടെ വെച്ച് പരിഹരിക്കണം. നമുക്ക് ഒരു പുറത്തുനിന്ന് ഒരു പാർട്ട് പോലും കിട്ടില്ല. അപ്പൊ അതെല്ലാം അവിടെ വെച്ച് തന്നെ എന്ത് ചെയ്യണം, അതിൽ തന്നെ എല്ലാം ഒരു സാധനം ഇപ്പൊ നമ്മൾ പഞ്ചറായാലും ഒരു ടയറിൽ പോയിട്ട് കാറ്റടിക്കുക അങ്ങനത്തെ സംഗതികളൊന്നും ഇപ്പൊ ഇതിൽ നടക്കില്ലല്ലോ. അതെല്ലാം അതിനകത്തുനിന്ന് തന്നെ ഉണ്ടാക്കണം. അതെ. സർവീസ് സ്റ്റേഷനുകളൊന്നും ഉണ്ടാവില്ല. അതെ. എല്ലാ മെയിൻ്റനൻസും അവിടെ നിന്ന് തന്നെ ചെയ്യണം. അതിനുള്ള എല്ലാ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും അത് വേറൊരു പുറത്തുനിന്നുള്ള ഒരു സപ്പോർട്ട് കിട്ടാതെ, അപ്പം അങ്ങനത്തെ പിന്നെ അതുപോലെ തന്നെ കപ്പലിന്റെ എഞ്ചിൻ റൂം എന്ന് പറഞ്ഞാൽ വളരെയധികം ചൂടുള്ളതാണ്. അപ്പൊ അവിടെ പ്രവർത്തിക്കുക എന്നുള്ളത് 40-50 ഡിഗ്രി ഒക്കെ ഉള്ള ചൂടുള്ള വളരെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യണം, ഈ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ഇത് പ്രവർത്തിക്കണം. അപ്പൊ അതൊക്കെ പിന്നെ അതുപോലെ തന്നെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും ഒക്കെ വിട്ടിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പൊ അത് കുറച്ചൊരു മനോധൈര്യവും സ്ഥൈര്യമൊക്കെ ഉള്ള ആളുകൾക്ക് അത് പിടിച്ചു നിൽക്കാൻ അങ്ങനെയുള്ള ഒരു ജോലി കൂടിയാണ്. അപ്പം അങ്ങനെ പൊതുവെ അങ്ങനെ ഒരു വളരെ കുറച്ചൊരു മനോധൈര്യമുള്ള കുട്ടികൾക്കാണ് അതിലേക്ക് വരേണ്ടത് എന്ന് പൊതുവെ പറയാറുണ്ട്. ഷുവർ സർ. ഇതിലെ ഒരു കമൻറ്റ് നമ്മുടെ ലൈവിൽ നമ്മളോടൊപ്പം ഇപ്പം നിലവിൽ ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശ്രോതാവിൻ്റെ ഒരു കമൻറ്റ്, ഒരു സാറ. അസ്സലാമു അലൈക്കും. ഫവാസ് സാറിനെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഇന്നത്തെ ലൈവിൽ IMU എറണാകുളം നടത്തുന്ന BBA MBA കോഴ്സിൻ്റെ സാധ്യത എങ്ങനെയെന്നറിയാൻ താല്പര്യമുണ്ട് എന്നൊരു കമൻ്റാണ് അവർ നടത്തിയിട്ടുള്ളത്. IMU കൊച്ചിയിൽ ഇതുപോലെ BBA പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പൊ അത് BBA കഴിഞ്ഞ പ്രാവശ്യം വരെ അത് യഥാർത്ഥത്തിൽ +2 മാർക്കിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അഡ്മിഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്രാവശ്യത്തെ എന്താണെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോജിസ്റ്റിക്സ് എന്നുള്ളത് വളരെയധികം ഒരു സാധ്യതയുള്ള ഒരു മേഖലയാണ്. അതായത് നമ്മളുടെ ഈ ട്രാൻസ്പോർട്ടേഷൻ, ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈ ഗുഡ്സ് കൊണ്ടുപോകുന്നതൊക്കെ. അപ്പം അത്തരത്തിലുള്ള കുറച്ച് ഇപ്പൊ നമ്മളുടെ ഈ മാനേജ്മെന്റ്, ബിസിനസ് മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളുകൾ പലവരുണ്ട്. ഇപ്പൊ BBA MBA BBM അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾക്ക് ഇപ്പൊ കുട്ടികൾ പോകുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതിൽ ഒരു കുഴപ്പമില്ലാത്തൊരു ഫീൽഡാണ് യഥാർത്ഥത്തിൽ ലോജിസ്റ്റിക്സ് എന്നുള്ളത്. നമുക്ക് ഈ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഇന്ന് വളരെ ഇപ്പൊ കരമാർഗമുള്ള ലോജിസ്റ്റിക്സിനുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അതുപോലെയുള്ള ആ ലോജിസ്റ്റിക്സ് കോഴ്സുകൾ മാത്രം കൊടുക്കുന്ന
പ്രൈവറ്റ് ആയിട്ടുള്ള ഗവൺമെന്റിനുള്ള ഏജൻസികളുണ്ട്. ഇപ്പൊ NIT കാലിക്കറ്റിൽ തന്നെ ഒരു സെന്റർ ഫോർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റർ ഉണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലോജിസ്റ്റിക്സ് മേഖലയിലുള്ള ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ പ്രൈവറ്റ് മേഖലയിലുള്ള വളരെ എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അവരുടെ ഒരു കമ്പനി, ലോജിസ്റ്റിക്സ് കമ്പനിയുടെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പം ലോജിസ്റ്റിക് അക്കാദമികൾ കോഴിക്കോട്. അതിലിപ്പോ ഈ പ്ലേസ്മെന്റ് അടക്കം അതിന്റെ ഒരു ആകർഷണമാണെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനത്തെ ഈ പ്രൈവറ്റ്. അതെ, കമ്പനികളിൽ പ്ലേസ്മെന്റ് കിട്ടുകയാണെങ്കിൽ അതെന്താണ് കുറച്ചും കൂടി നല്ലതാണ്. പക്ഷെ എനിക്ക് കൊച്ചിയിലെ ഈ BBA അതുപോലെ തന്നെ MBA ലോജിസ്റ്റിക്സിന്റെ നിലവിലെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല. പക്ഷെ അത് നമുക്ക് പരിശോധിച്ചാൽ കിട്ടാവുന്നതാണ്. അത്തരത്തിലുള്ള ആ ഒരു മേഖലകളിലേക്ക് അവർക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ് പൊതുവെ നല്ല കോഴ്സാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, തീർച്ചയായും സർ. ഒരുപാട് കാര്യങ്ങൾ മറൈൻ അതല്ലെങ്കിൽ മാരിടൈം യൂണിവേഴ്സിറ്റി, അതിൻ്റെ കോഴ്സുകൾ, അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ, അതിൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ, അതിൻ്റെ പ്ലേസ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലപ്പുറം നേവിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ജോലി സാധ്യതകൾ, അങ്ങനെ ധാരാളം കാര്യങ്ങൾ അൽഹംദുലില്ലാ നമ്മളോട് അഭിപ്രായം രേഖപ്പെടുത്തി ഫവാസ് സാർ. ഇനിയൊരു പേഴ്സണലായ ചില കാര്യങ്ങൾ കൂടി. ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിട്ട് കൊൽക്കത്തയിലാണല്ലോ സാർ. കൊൽക്കത്ത എന്ന് പറയുമ്പോൾ ഒരു മെട്രോ സിറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ സിറ്റി ആണോ കൊൽക്കത്ത? ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും മെട്രോ സിറ്റിയാണ്. എങ്ങനെയാണ് കൊൽക്കത്തയിലെ ആ ഒരു ജീവിതാനുഭവങ്ങൾ? കൂടെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ടോ? മലയാളികൾ ആരും ഇല്ല കൂടെ. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഏക മലയാളി ഞാനാണ്. അപ്പോ പക്ഷെ യഥാർത്ഥത്തിൽ ഈ കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ആദ്യത്തെ തലസ്ഥാനം, അതായത് ബ്രിട്ടീഷുകാർ വന്നത് 200 ഇന്ത്യയുടെ ഒരു തലസ്ഥാനം എന്നുള്ള അർത്ഥത്തിൽ അതൊരു 1900 തുടക്കത്തിൽ അല്ലെങ്കിൽ 1911 ശേഷമാണ് ഈ ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നത്. അപ്പം ബ്രിട്ടീഷുകാർ വന്നിവിടെ അവരുടെ ആദ്യത്തെ ഈ പോസ്റ്റ് 1600കളുടെ അവസാനത്തിൽ 1700ന്റെ ഏകദേശം തുടക്കത്തിലൊക്കെ തന്നെ കൽക്കത്തയിലാണ് സ്ഥാപിച്ചത്. അപ്പൊ ഒരു 200 വർഷത്തോളം ഇന്ത്യയുടെ ഒരു തലസ്ഥാന നടത്തത്തിൽ ഒരു സ്ഥലമാണ് കൽക്കട്ട. അപ്പൊ അതിന്റെ ഒരുപാട് അവശേഷിപ്പുകള്, സാംസ്കാരികമായിട്ടുള്ള അവശേഷിപ്പുകള് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ കൽക്കട്ട യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസപരമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ വളരെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു സ്ഥലം. അത് ഇപ്പൊ നമുക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തുകൊണ്ട് ആദ്യത്തെ IIT, ആദ്യത്തെ IIM, അതുപോലെ തന്നെ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ ഇവിടെ ഒരു സൗത്ത് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ഒരു മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റി, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു വളരെ വളരെ മുന്നിൽ തന്നെ. നമ്മൾ ഒരു കൽക്കട്ടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ സ്കൂളുകളുടെ ബോർഡുകളൊക്കെ കാണുമ്പോൾ ഫൗണ്ടഡ് ഇൻ 1780 അല്ലെങ്കിൽ 1820, ഒരുപാട് സ്ഥാപനങ്ങൾ 1800കളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. പിന്നെ പൊതുവെ കൽക്കത്തക്കാർ ഒരു നല്ല പെരുമാറ്റവും നല്ല ക്യാരക്ടറൊക്കെ ഉള്ള ആളുകളാണ് പൊതുവെ. ഡോക്ടർ ഫവാസ് സാറിന്റെ സംസാരത്തിലേ എനിക്ക് തോന്നുന്നു കൽക്കത്തയിൽ സ്ഥിരമാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. കാരണം കൽക്കത്ത ഏറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സാറിന്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. പിന്നെ ഒരു കമൻറ്റ് സാറ്, ഒരു സൗദ ഇടവണ്ണ, ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി അവർ നമ്മുടെ ഫീഡ്ബാക്കിൽ അയച്ചിട്ടുള്ളത്, +2-ൽ കൊമേഴ്സ് എടുത്തവർക്ക് ഈ കോഴ്സിന് പോകാൻ പറ്റുമോ എന്നൊരു അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. +2-ൽ കൊമേഴ്സ് എടുത്തവർക്ക് എഞ്ചിനീയറിംഗിൽ എന്തുണ്ടായിരിക്കും? എഞ്ചിനീയറിംഗിൽ ചേരാൻ +2-ൽ എന്തുണ്ട്? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നുള്ള ബിടെക് എഞ്ചിനീയറിംഗ് ആയാലും ബിടെക് ആർക്കിടെക്ചർ ആയാലും അത് +2 സയൻസ് ആണ് വേണ്ടത്. പക്ഷെ ഇതുപോലെയുള്ള ഇപ്പം BBA പ്രോഗ്രാമുകൾക്ക് എന്തില്ല, അങ്ങനെ സയൻസ് വേണമെന്നില്ല. അത് കൂടുതൽ കൊമേഴ്സ് റിലേറ്റഡ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് BBA പ്രോഗ്രാമുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് എല്ലാം മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് സയൻസ്, കൊമേഴ്സ് എല്ലാ സ്ട്രീമിലുള്ളവർക്കും ഈ BBA പ്രോഗ്രാമുകളിലേക്കും ചേരാൻ പറ്റും. അതേസമയം BSc നോട്ടിക്കൽ സയൻസിൻ്റെത് എനിക്ക് കൃത്യമായിട്ട് നോക്കണം. അപ്പൊ അത് ഇല്ലെങ്കിൽ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ imu.ac.in എന്നുള്ള വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ കോഴ്സിന്റെയും എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 10-ൽ എത്ര 10+2 ഏതായിരിക്കണം, അതിൽ എത്ര % മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ജസാക്കുമുല്ലാഹു ഖൈറ. ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് കൂടി അദ്ദേഹം പങ്കുവെച്ചു. തീർച്ചയായിട്ടും ഡോക്ടർ ഫവാസ് സാറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഒരു കാര്യം കൂടി പറയാമെന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മുടെ ബഹുമാന്യനായ താജുദ്ദീൻ സ്വലാഹിയുടെ സഹോദരി ഭർത്താവ് കൂടിയാണ് ഡോക്ടർ ഫവാസ് TK. ഒരു സഹോദരിയാണല്ലേ
താജുദ്ദീൻ സ്വലാഹിക്ക് അതെ അതെ അതെ. അതെ ഒരു സഹോദരിയാണ്, സഹോദരിയുടെ ഭർത്താവ് കൂടിയാണ്. കോഴിക്കോടാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഉപ്പ അസിസ്റ്റന്റ് കളക്ടറോ മറ്റോ ഡോക്ടർ ഫവാസ് സാറിൻ്റെ അങ്ങനെ ഒരു ഏതൊരു പോസ്റ്റിൽ നിന്ന് റിട്ടയർ ആയതാണല്ലേ? മൂത്താപ്പയാണ് ഡെപ്യൂട്ടി കളക്ടറായിട്ട്. ഏതായാലും അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ചു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു മാരിടൈം യൂണിവേഴ്സിറ്റി എന്ന് ഞാനിപ്പോൾ ഇദ്ദേഹം ഡോക്ടർ ഫവാസ് സാറിൻ്റെ കൂടെ ഈ ഒരു സെഷനിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ ഈ മാരിടൈം യൂണിവേഴ്സിറ്റിയെ പറ്റി ഞാനൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി. നമുക്കതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് ഉണ്ടാവണമല്ലോ എന്ന് കരുതിയാണ് ഞാൻ ആദ്യമായിട്ടാണത് കേൾക്കുന്നത്, മാരിടൈം യൂണിവേഴ്സിറ്റി എന്നുള്ളത്. മെറൈൻ എഞ്ചിനീയറിങ്, നാവൽ കോഴ്സുകളും ഒക്കെ നമുക്കറിയാം. ഇപ്പോൾ ഈ കുസാറ്റുമായി ബന്ധപ്പെട്ട് ഭാര്യ വീടിൻ്റെ തൊട്ടടുത്താണ് കുസാറ്റ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ബേസിക് അറിവുകളൊക്കെ ഉണ്ട്. എങ്കിലും മാരിടൈം യൂണിവേഴ്സിറ്റി എന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഗസ്റ്റിലൂടെ ഡോക്ടർ ഫവാസ് സാറിലൂടെ നമുക്ക് കിട്ടി അൽഹംദുലില്ലാ. അതോടൊപ്പം കൊൽക്കത്തയിലെ ചില ജീവിത സാഹചര്യങ്ങൾ കൂടി അതുമായി അദ്ദേഹം പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു ഫിസിക്കലായ അദ്ദേഹത്തിന് കാഴ്ചയിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുറച്ച് തടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് ഫവാസ് സാറ് അൽഹംദുലില്ലാ. എന്തായാലും അള്ളാഹു ഖൈറാക്കട്ടെ. ഇന്നത്തെ ഈ ഒരു സമകാലികം സെഷനിൽ നമ്മളോടൊപ്പം ഉണ്ടായത് നമ്മുടെ കൊൽക്കത്ത ക്യാമ്പസിലെ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയിലെ ഒരേ ഒരു ഏക മലയാളിയായ അസോസിയേറ്റ് പ്രൊഫസറായ ബഹുമാനായ ഡോക്ടർ ഫവാസ് ടി.കെ. അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള കൃതജ്ഞതയും നന്ദിയും പീസ് റേഡിയോയുടെ ഭാഗത്തു നിന്നും രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിൽ ശരി ഫവാസ് സാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം.